नमस्ते। आज की कक्षा में सबको स्वागत। यहाँ हम सकुबाई के बारे में कुछ पढ़ा। सकुबाई उसकी माम के साथ काम करने लगी थी। काम करने के लिए जाते समय सुरेखा रानी ने दिए हुए पंजाबी ड्रेस सकू पहना था। सकुबाई के घर के बारे में कहा तो यहाँ 15 या 16 साल की लड़की है सकू। वह अपनी आई के साथ घरों में जाकर काम करती थी और नितिन को मामा ने एक अंग्रेजी स्कूल में डाल दिया था, भेजा था। और स्कूल महंगी नहीं थी, लेकिन अंग्रेजी की ट्यूशन बहुत महंगी थी। काम तो यहाँ हम लोगों को बहुत करना ही पड़ता था। मैं अब बड़ी लड़की हो गई थी, मेरा भी खर्चा था। मैम और आई या सकुबाई और आई 7-8 घरों में काम कर लेते थे। काम से मिला वेतन से 2,500-3 हज़ार रुपये आई बाबा और वासंती के लिए गांव में बेचती थी। बाकी में हमारा सक्कू, माम और नितिन, उन तीनों का खाना पीना और नितिन की पढ़ाई भी चलाती थी। पहले सकुबाई फ्रॉक नहीं पहनती थी, पहले नहीं, अब सकुबाई फ्रॉक नहीं पहनती थी। वह हमेशा पंजाबी ड्रेस पहनती थी। सकुबाई की आई ने 2-3 पंजाबी ड्रेस भी खरीद किए थे और सुरेखा रानी ने भी खुश होकर एक पंजाबी ड्रेस दिया था। मामा के घर में एक ही कमरा था। कमरे में बड़े मामा की छोटी लड़की और मैं और मेरी आई, छोटे मामा, नितिन आदि सब लोग सोते थे। उस समय मैं हमेशा पंजाबी ड्रेस पहनती थी जो सुरेखा रानी ने दिया था। एक दिन यहाँ पंजाबी ड्रेस मैंने कभी नहीं धोया था। एक दिन सकुबाई की माम को जागरण के लिए सारी रात बर्तन धोने के लिए जाना था। उस रात में धक्के होने के कारण गहरी नींद मुझे लगा था। उस समय मुझे कोई कुचले दे रहा है, उसी प्रकार मुझे लगा था। दिन भर की कठिन मेहनत के बाद थका हुआ मेरा बेहोश शरीर
मेरे साथ क्या हो रहा है इसके बारे में कुछ पता नहीं, मैं ये समझ नहीं। यह एक बलात्कार है। छोटे मामा ने मुझे बेहोश कर दिया था. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത്, നമ്മൾ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം ഇതാണ്. ഡെയിലി പഞ്ചാബി ഡ്രസ്സ് തന്നെയാണ് നമ്മുടെ സക്കു ധരിച്ചിരുന്നത്. അമ്മയുടെ കൂടെ എന്നും ജോലിക്കായിട്ട് വീട്ടുപണിക്കായിട്ട് പോയിരുന്നു. അന്ന് രാത്രി എന്താ പറയുക, പാത്രം കഴുകുന്ന പണി, ഉണർന്നിരുന്ന് പാത്രം കഴുകാനായിട്ട് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് പകൽ മുഴുവൻ പണിയെടുത്ത് വന്ന ക്ഷീണം കാരണം സക്കുബായി ഗാഠനിദ്രയിലായി. ആ സമയത്ത് എന്തോ നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്, ആരോ ചവിട്ടി മെതിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു ബലാത്കാരമായിരുന്നു. ചെറിയ മാമൻ, ഇളയ മാമനാണ് ആ പണി ചെയ്തത്. അപ്പോൾ അവിടം വരെയാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സക്കു തന്നെത്താൻ പറയുന്ന ഓരോ കാര്യങ്ങളാണ്. ഒരേ ഒരു കഥാപാത്രമാണ് അതിൽ വരുന്നത്, സക്കു തന്നെയാണത്. സക്കു പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കതിൽ കാണാനായിട്ട് സാധിക്കുക. യഹാ ആയി ഗോ ചോട് ചോട് ബലാത്കാർ കാ അഭിനയ കർത്തി ഹെ. അപ്പോൾ ഇവിടെ നമ്മൾ സക്കുബായുടെ ഓർമ്മകളാണ്, അതായത് ബലാത്കാരത്തിൻ്റേതായിട്ടുള്ള ഓർമ്മകൾ, ഇളയ മാമൻ ബലാത്കാരം ചെയ്യുന്ന ഓർമ്മകൾ, വിട് എന്ന് പറയുന്നൊരു ഭാഗം അഭിനയിച്ചോട് കാണിക്കുകയാണ്. സുബ ജബ് മേരി ആങ്ക് ഖുലി തോ ദേക്കാ സബ് ലോഗ് ജാ ചുകേ തെ. അങ്ങനെ നേരം വിളിച്ചാകുമ്പോൾ രാവിലെ ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. കിസിനെ മേരെ ബദൻ പർ ചാദർ ഡാൽ ദീ തി. ബദൻ എന്ന് പറഞ്ഞ ശരീരം, ആരോ എൻ്റെ ശരീരത്തിൽ പുതപ്പ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. मैंने चादर हटाई तो शलवार पर खून. അപ്പോൾ ഞാൻ പുതപ്പൊക്കെ മാറ്റി, എല്ലാവരും അവിടെ നിന്ന് പോയിട്ടുണ്ട്. ആരോ എൻ്റെ മേലെ പുതച്ച് വന്നിട്ടുണ്ടായിരുന്നു. പുതപ്പ് മാറ്റിയപ്പോൾ ഷൽവാറിൻ്റെ മുകളിൽ ബ്ലഡാണ് കാണുന്നത്. മേ ഡർ ഗയി, ഞാൻ വളരെയധികം പേടിച്ചു. മേനെ ഉട്നേക്ക് കോശിഷ് കി തോ ആഹ്, ഞാൻ എഴുന്നേൽക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷേ ശരീരം വേദന കാരണം എഴുന്നേൽക്കാനായിട്ട് പറ്റുന്നില്ല. മേര ബദൻ ടൂട്ട് രഹാത്ത, ശരീരം മുഴുവൻ തകർന്നതുപോലെ. ആരോ ബലാത്കാരം ചെയ്തതിൻ്റെ ഫലമായിട്ട് ശരീരമാകെ വേദനിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാം തകർന്നതുപോലെയാണ് അവൾക്ക് തോന്നിയിരുന്നത്. ജൈസെ കിസിനെ ജോർ സെ പീട്ടാ ഹോ, ആരോ ശക്തമായിട്ട് അടിച്ചതുപോലെ ശരീരം മുഴുവൻ വേദനയായിട്ടാണ് സക്കുവിന് തോന്നിയത്. മേരി ആയി സുബ കാം പർ ജാനെ കെ ലിയെ ജൽദി ജൽദി തയ്യാർ ഹോ ഗയി. എൻ്റെ അമ്മയാണെങ്കിൽ നേരം വിളിച്ചാകുമ്പോൾ തന്നെ ജോലിക്ക് പോകാനായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ജ്യാദാദർ മേം ഉൻകെ സാത്ത് ഹി നഹാ ലേത്തി തി. കൂടുതൽ പ്രാവശ്യം, അതായത് ഞാൻ അമ്മയുടെ കൂടെ തന്നെയാണ് കുളിച്ചിരുന്നത്. സ്യാദാദർ മേ ഉൻകെ സാത്ത് ഹി നഹാ ലേത്തി തി, അമ്മയുടെ ഒപ്പം തന്നെയാണ് ഞാനും കുളിച്ചിരുന്നത്. पर उस दिन उनके निकलने के बाद मैं नहाने के लिए अंदर गई और पॉलीथीन की थैली साथ ले गई. പക്ഷേ ആ ദിവസം അമ്മയുടെ കുളി കഴിഞ്ഞ് പുറത്ത് കടന്നതിന് ശേഷം, ഉനക്കെ നിഖാലിനേക്ക് ബാദ്, അമ്മ കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം, മേ നഹാനേക്ക് ലിയെ അന്തർ ഗയി, ഞാൻ കുളിക്കാനായിട്ട് അകത്തേക്ക് പോയി. അവർ പോളിത്തീൻ കി തൈലി സാത്ത് ലേ ഗയി. അപ്പോൾ കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് പോകുമ്പോൾ കൂടെ ഒരു പോളിത്തീൻ കവറും ഞാൻ കൊണ്ടുപോയി. പോളിത്തീൻ സഞ്ചി, തൈലി എന്ന് പറഞ്ഞാൽ കവറിൽ സഞ്ചി. അപ്പോൾ ഒരു പോളിത്തീൻ്റെ സഞ്ചി ഞാൻ കൂടെ എടുത്തു. ശൽവാർ ഉത്താരി ഉസ്മേം രഖി और जल्दी जल्दी 2 लोटा पानी डालकर बाहर आ गई. അങ്ങനെ गुण से भरा ये शलवार उतारी, ആ ബ്ലഡുണ്ടായിട്ടുള്ള ആ ഷൽവാർ ഊരി, എന്നിട്ട് ഉസ് തൈലിമേ രഖി, ആ സഞ്ചിയിൽ വെച്ചു. പോളിത്തീൻ തൈലിമേ രഖി, പോളിത്തീൻ കവറിൽ വെച്ചു. അവർ ജൽദി ജൽദി 2 ലോട്ട പാനി ഡാൽക്കർ, അങ്ങനെ പെട്ടെന്ന് തന്നെ 2 ലോട്ട
വെള്ളമെടുത്ത് ശരീരത്തിലൊഴിച്ചിട്ട് ബാഹറാകൈ. പെട്ടെന്ന് കുളി കഴിഞ്ഞവൾ പുറത്തേക്ക് വന്നു. सोचा था काम के लिए बाहर निकलूँगी तो थैली साथ ले जाऊँगी. അപ്പോൾ മെന്നെ സോച്ചാത്ത അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്ന കാര്യം ഇങ്ങനെയാണ്, കാം കെ ലിയെ ബാഹർ നിക്കുലൂങ്കി തോ, അത് ജോലിക്ക് വേണ്ടി വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യാം, തൈലി സാത്ത് ലേ ജാവുങ്കി, ഈ സഞ്ചിയും കൂടെ കൊണ്ടുപോകാം. അപ്പോൾ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും അമ്മ കാണാതെ അത് ഉപേക്ഷിക്കാമെന്നാണ് നമ്മുടെ സക്കു കരുതിയിട്ടുണ്ടായിരുന്നത്. ഒരു 15-16 വയസ്സ് പ്രായമുള്ള സക്കു അന്ന് പറ്റിയൊരു അബദ്ധമാണ്, അറിയാതെ സംഭവിച്ചിട്ടുള്ള ഒരു അബദ്ധമാണ്. അപ്പോൾ അമ്മ അറിയാതിരിക്കാനാണ്, അമ്മയുടെ കുളി കഴിഞ്ഞതിന് ശേഷമാണ് അവൾ കുളിക്കാൻ കയറിയത്. കൂടെ ഒരു പോളിത്തീൻ കവറും കൈ പിടിച്ചു, അതിൽ ഈ ബ്ലഡായിട്ടുള്ള ഷൽവാർ ഊരി വെക്കുകയും ചെയ്യണം. അതെന്ത് ചെയ്യാന്ന്, കാം കേലിയെ ബാഹർ നിഗുലൂങ്കി തോ, അതേ ജോലിക്ക് പുറത്തേക്ക് പോകുമ്പോൾ തൈലി സാത്ത് ലേ ജാവുങ്കി, ഈ സഞ്ചിയും കൂടെ കൊണ്ടുപോകാൻ കരുതണം. और आई से नज़र बचाकर कहीं दूर फेंक दूंगी, എന്നിട്ട് അമ്മ കാണാതെ എവിടേക്കെങ്കിലും ദൂരേക്ക് എറിയാമെന്ന്, വലിച്ചെറിയാമെന്ന് അവൾ കരുതുകയാണ്. ലേക്കിൻ ഐസ നഹി ഹോ സക്ക, പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പം അമ്മയുടെ കൂടെ ജോലിക്ക് പോകുമ്പോൾ അമ്മ കാണാതെ അത് ദൂരത്തേക്ക് വലിച്ചെറിയണമെന്നാണ് അവൾ ആഗ്രഹിച്ചത്. പക്ഷേ ഐസ നഹി ഹോ സക്ക, അങ്ങനെയൊന്നും സംഭവിച്ചില്ല, നടന്നില്ല. मैं आई के साथ काम पर निकली तो रास्ते में आई की नज़र തൈലി पर पड़ी और पूछा. അപ്പോൾ സക്കുബായി അമ്മയുടെ കൂടെ ജോലിക്ക് പോകുന്ന സമയത്ത്, കാപ്പർ നിക്കലിത്തോ പോകുന്ന സമയത്ത്, രാസ്തമേ വഴിയിൽ വെച്ചിട്ട് ആയിക്ക് നസർ, അമ്മയുടെ കണ്ണ് എവിടെ എത്തി, തൈലി पर पड़ी. അപ്പോൾ സക്കുബായിക്ക് ഹാത്ത് में पड़े हुए തൈലി पर उसकी നസർ പടാ. അപ്പോൾ സക്കുബായുടെ അമ്മയുടെ കണ്ണ് എവിടെ വന്നു, ഉള്ള കയ്യിലുണ്ടായിരുന്ന സഞ്ചിയുടെ മുകളിൽ സഞ്ചി കാണാനായിട്ട് ഇടയായി. കണ്ടപ്പോൾ അമ്മ ചോദിക്കുകയാണ്, ഈ സഖിയ ഏ തെരി ഹാത്ത് മേ ക്യാ ഹേ, അല്ല സക്കു നിൻ്റെ കയ്യിൽ എന്താണ് ചോദിക്കുകയാണ്. മേ കുച്ച് നഹി ബോലി, ഞാനൊന്നും പറഞ്ഞില്ല. ഉന്നോനെ ജഡ് സേ വോ തൈലി മേരെ ഹാത്ത് സേ ചീൻ ലി. അമ്മ എന്ത് ചെയ്തു, ജഡ് സേ ജൽദി സേ, വളരെ പെട്ടെന്ന് ആ സഞ്ചി എൻ്റെ കയ്യിൽ നിന്ന് ചീൻലി തട്ടിയെടുത്തു. അപ്പോൾ അവളുടെ കയ്യിൽ സഞ്ചി കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് സഞ്ചിയിൽ ചോദിക്കുമ്പോൾ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. പെട്ടെന്ന് തന്നെ അമ്മ സഞ്ചി എൻ്റെ കയ്യിൽ നിന്ന്, മേരെ ഹാത്ത് സേ ചീൻലി, എൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തു. ഖോൽക്കർ ഷൽവാർ ദേക്കി, സഞ്ചി തുറന്ന് നോക്കിയപ്പോൾ എന്താ കണ്ടത്, ये शलवार देखी, അതിലെ ഒരു ഷൽവാറാണ് കാണുന്നത്. तो एकदम गुस्से से आई ने जोर से थप्पड़ मारा और पूछा, ये कैसे हुआ, कब हुआ. तो एकदम गुस्से से, വളരെ പെട്ടെന്ന് ദേഷ്യത്തോട് കൂടിയിട്ട്, ആയിനെ ജോർ സേ തപ്പഡ് മാരാ, വളരെ ശക്തമായിട്ട് ഒരു അടി കൊടുത്തു. സക്കുവിന് നല്ലൊരടി കൊടുത്തു. ഓർ പൂച്ച, എന്നിട്ട് ചോദിക്കുകയാണ്, ഈ കൈസി ഹുവ, അതെങ്ങനെ സംഭവിച്ചു, കബ് ഹുവ, അതെപ്പോഴാണ് സംഭവിച്ചത്. മേരോനെ ലഗി, ഞാൻ കരയാൻ തുടങ്ങി. മേനെ കുച്ച് നഹി കിയായി, അവൾ പറഞ്ഞു, മേനെ കുച്ച് നഹി കിയായി, ഞാനൊന്നും ചെയ്തിട്ടില്ല അമ്മയെന്ന് പറയണം. ചോട്ടെ മാമാനെ മുझे ബേഹോഷ് കർദിയായി, ചെറിയ മാമൻ, ഇളയ മാമനാണ് എന്നെ ബോധം കെടുത്തിയതെന്ന് പറയണം. ചോട്ടെ മാമാനെ മുझे ബേഹോഷ് കർദിയാ, എന്നെ അബോധാവസ്ഥയിലാക്കിയത് ഇളയ മാമനാണെന്ന് പറയണം. ആയിനെ മേര ഹാത്ത് പക്കട അവർ ഗസീട്ത്തി ഹുയി ഘർ ലേക്കറായി. പെട്ടെന്ന് തന്നെ അമ്മ എന്ത് ചെയ്തു, മേര ഹാത്ത് പക്കഡ്കർ, എൻ്റെ കൈ പിടിച്ച്, ഗസീട്ത്തി ഹുയി, വലിച്ചിഴച്ചുകൊണ്ട്, ഘർ ലേക്കറായി, വീട്ടിലേക്ക് പോവുകയാണ്. നാനി ഹമേൻ ദേക്കർ ചൗങ്കൈ, നാനി തന്നെ അമ്മയുടെ അമ്മയാണ്. നാനി ഹമേൻ ദേക്കർ, അപ്പം മുത്തശ്ശി അമ്മൂമ്മ, ഹമേൻ ദേക്കർ, ഞങ്ങളെ കണ്ടപ്പോൾ ചൗങ്കൈ, ഞെട്ടിപ്പോയി. കാരണം ജോലിക്കായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് സക്കു അമ്മയും കൂടി. പെട്ടെന്ന് ഒരു തിരിച്ച് വീട്ടിലേക്ക് വരാണ്ടപ്പോൾ അമ്മ, ഈ മുത്തശ്ശി ഞെട്ടിപ്പോയി. തും ലോഗ് വാപ്പസ് കൈസേ ആകെ, നിങ്ങളെന്തിനാ അങ്ങനെ മടങ്ങി വന്നേ ചോദിക്കുകയാണ്. आईनी थैली में से वो शलवार निकाल कर सामने फेंकी और बोली, ये देख इसलिए आई वापस.
അപ്പം അമ്മ ആ സഞ്ചിയിൽ നിന്ന് ആ ഷൽവാർ എടുത്തിട്ട് പുറത്തെടുത്ത് മുന്നിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറയാണ്, യേ ദേക്ക് ഇസ്ലിയെ ആയി വാപ്പസ്, ഇത് നോക്ക്, ഇത് കാരണമാണ് ഞാൻ മടങ്ങി വന്നത് അമ്മയെന്ന് പറയണം. യേ ദേക്ക്, ഇത് നോക്ക്, യേ ഷൽവാർ ദേക്ക് ഇസ്ലിയെ ആയി വാപ്പസ്, അതുകൊണ്ടാണ് അമ്മ ഞാൻ തിരികെ വന്നത്. ചോട്ടാ മാമ യേ ദേഖ് കർ സബ് കുച്ച് അൺദേഖാ കർ ഗയാ. അപ്പോൾ ഏറ്റവും ഇളയ മാമനാണ്, അമ്മയുടെ സഹോദരനാണ്. അയാളിത് കണ്ടപ്പോൾ സബ് കുച്ച് അൺദേഖാ കർ ഗയാ, ഒന്നും കാണാത്തതുപോലെ അറിയാത്തതുപോലെ അയാൾ അവിടെ നിൽക്കണം. അൺദേഖാ കർ ഗയാ, അറിയാത്തതുപോലെ അവിടുന്ന് പോവാണ്. और जल्दी जल्दी अपनी चप्पल पहनकर बाहर जाने को हुआ. എന്ത് പെട്ടെന്ന് തന്നെ ഈ പറയുന്നത് കേട്ടപ്പോൾ, ഇതെല്ലാം കണ്ടപ്പോൾ അയാൾ അറിയാത്തതുപോലെ കാണാത്തതുപോലെ വളരെ പെട്ടെന്ന് ചപ്പൽ പഹൻകർ, ചെരുപ്പൊക്കെ ഇട്ടിട്ട് ബാഹർ ജാനേക്ക് ഹുവ, പുറത്തേക്ക് പോകാൻ തുടങ്ങി. ആയിനെ ജോർ സെ ഛത്രി ഉസ്കെ പാവ് മേ മാരി. അമ്മ എന്ത് ചെയ്തു? ജോർ സെ, ശക്തമായിട്ട്, ഛത്രി എന്ന് പറഞ്ഞ കുടയെടുത്ത് ഉസ്കെ പാവ് മേ മാരി, അവൻ്റെ കാല് മുരടി വെച്ചു കൊടുത്തു. അപ്പോൾ ഇതൊക്കെ ചെയ്തും അറിയാത്തതുപോലെ മാമൻ അവിടെ നിന്ന് പോവാണ്. ഇത് കണ്ടതും അമ്മയ്ക്ക് ദേഷ്യം വന്ന് അമ്മ എന്ത് ചെയ്തു? ഈ കയ്യിലുണ്ടായിരുന്ന കുടയെടുത്ത് കാലും മുരടി കൊടുത്തു. അരേ മേലിയ തു ശർമ്മ സേ മർന ഗയ, യേ തോ തേരി ബേട്ടി ജൈസി ദി നരിവി. അരേ മേലിയ, മേലിയ എന്ന് പറഞ്ഞാൽ ചീത്തവേടാണ്, ശവമേ എന്നൊക്കെ പറയുന്നത് പോലെ. തു ശർമ്മ സേ മർന ഗയ, നിനക്ക് നാണം കൊണ്ട് പോയി ചത്തൂടെ ചോദിക്കണം. യേ തോ മേരി ബേട്ടി ജൈസി ദി, യേ തോ തേരി ബേട്ടി. ഹേ രവി, രവി എന്നാണ് മാമൻ്റെ പേര്. നിനക്ക് നിൻ്റെ മോളെ പോലെയല്ലേ ഇവള് ചോദിക്കണം. തേരി ബേട്ടി ജൈസി ദി ന രവി, രവി നിനക്ക് നിൻ്റെ മോളെ പോലെയല്ലേ ഇവള് ചോദിക്കണം. ഇപ്പോൾ ചേച്ചിയുടെ മോളാണ് നമ്മുടെ സക്കു. അമ്മയുടെ ഏറ്റവും താഴെയുള്ള ആങ്ങളെയാണ്, സഹോദരനാണ് രവി എന്ന് പറയുന്നത്, ഇളയ മാമൻ. യേ കക്കറായി ഉസ് പർ झपट पड़ी और दोनों हाथों से उसे मारने लगी. ഇതും പറഞ്ഞ് അമ്മ എന്ത് ചെയ്തു? ഉസ് പർ झपट पड़ी, അവൻ്റെ മേൽ ചാടി വീണു. और दोनों हाथों से उसे मारने लगी, രണ്ട് കൈകൾ കൊണ്ടും മാമൻ അടിക്കാനായിട്ട് തുടങ്ങി. दोनों हाथों से രവി को मारने लगी, രവി അടിക്കാനായിട്ട് തുടങ്ങി. നാനിനെ ഉനെ അലക്കിയ, മുത്തശ്ശി വന്ന് അമ്മേനെ അവിടുന്ന് അടിക്കുന്നിടത്തുനിന്ന് മാറ്റി നിർത്തുകയാണ്. ബാത്ത് ബഹുത്ത് ബഡ് ചുക്കി തീ, കാര്യം വളരെയധികം വലുതായി കഴിഞ്ഞിരുന്നു, കാരണം കാര്യമാകെ വഷളായി. ആയിനെ കക് ദിയ യാ തോ യേ രവി ഇസ് ഘർ മേ രഹേഗ യാ ഹം. ആയിനെ കഹ് ദിയ, അപ്പോൾ അമ്മ പറയാണ്, യേ രവി ഇസ് ഘർ മേ രഹേഗ യാ ഹം, ഈ രവി ആണ് ഈ വീട്ടിൽ താമസിക്കുന്നത്, രവി അല്ലെങ്കിൽ ഹം അല്ലെങ്കിൽ ഞങ്ങൾ. ലേക്കിൻ നാനി ഓർ ബഡേ മാമ രവി കോ ക്യോം നിക്കാൽനെ ലഗേ. പക്ഷേ മൂത്ത മാമനും അമ്മയുടെ അമ്മമ്മയും അവിടെ രവിയെ എന്തിനാണ് പുറത്തേക്ക് പറഞ്ഞേക്കുന്നത്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ആക്കേണ്ട ആവശ്യം എന്താണെന്നാണ് ചിന്തിക്കുന്നത്. കാരണം അയാളുടെ വീടാണ്. വോ തോൻകാ ഹി ബേഠാദാനാ, അപ്പോൾ ആ മുത്തശ്ശിയുടെ ഒരു മകൻ തന്നെയല്ലേ രവി എന്ന് പറയുന്നത്. അപ്പോൾ ബഡ മാമയുണ്ട്, ചോട്ട മാമയുണ്ട്, രണ്ട് മാമന്മാർ അവിടെയാണ് താമസിക്കുന്നത്. ആ കിർഹം ലോകം കോ ഹി ജാനാപ്പെടാ, അങ്ങനെ അവസാനം ഞങ്ങൾക്ക് പോകേണ്ടതായിട്ട് വന്നു. ആരൊക്കെയാണ്? സക്കു കി മാം और ബായി നിതിൻ, അവർ 3 പേരാണ് ഗ്രാമത്തിൽ നിന്ന് വന്നത്. അപ്പോൾ അവർക്ക് 3 പേർക്കും ഹം ലോകം കോ ഹി ജാനാപ്പെടാ, ഞങ്ങൾക്ക് പോകേണ്ടതായിട്ട് വന്നു. ഉസ് സമയ ബഡ മാമാനെ കഹ, ആ സമയത്ത് പോകുന്ന സമയത്ത് മൂത്ത മാമൻ പറയാണ്, തും ലോഗ് അഗർ ചാഹോ തോ നിതിൻ കോ യഹാൻ ചോട് ജാവോ. പറയണം, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിതിൻ ഇവിടെ നിർത്തിക്കൊള്ളാൻ പറയണം. തും ലോഗ് അഗർ ചാഹോ തോ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിതിൻ കോ യഹാം ചോട് ജാവോ, നിതിൻ ഇവിടെ നിർത്തിയിട്ട് പൊക്കോളാൻ പറയണം. മേരി ആയി രാജി നഹി ഹുയി और बोली क्यों छोड़ दूँ नितिन को तुम लोगों के साथ.
वो मेरा बेटा है. मेरी आई രാജി നഹി ഹുയി. രാജി നഹി ഹുയി എന്ന് പറഞ്ഞാൽ സമ്മതിച്ചില്ല. രാജി ഹുയി എന്ന് പറഞ്ഞാൽ സമ്മതിക്കുക, രാജി നഹി ഹുയി എന്ന് പറഞ്ഞാൽ സമ്മതിച്ചില്ല. അപ്പം അമ്മ പറയാണ് ക്യോം ചോട് ദൂം നിതിൻ കോ തും ലോഗോം കെ സാത്ത്. നിങ്ങളുടെ കൂടെ എന്തിനാണ് ഞാൻ ഈ നിതിൻ ഇവിടെ നിർത്തുന്നത്? വോ മേരാ ബേട്ടാ ഹേ. നിതിൻ മേരാ ബേട്ടാ ഹേ. അവൻ എൻ്റെ മോനാണ്. നിതിൻ ഹമാരേ സാത്ത് ഹി ജായേഗ. നിതിൻ ഞങ്ങളുടെ കൂടെ തന്നെ പോരുമെന്ന് പറയാണ്. അപ്പം നിതിനവിടെ നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നിതിനെ ഞങ്ങൾ കൊണ്ടുപോകുമെന്ന് പറയണം. और आई हम लोग का हाथ पकड़कर बाहर निकल गई और इस तरह हम लोग बम्बई में बेघर हो गए. हम लोग जिस बिल्डिंग में काम करते रात को वहीं उस बिल्डिंग की सीढ़ी के नीचे सो जाते. അങ്ങനെ ഹം ലോകം കാ ഹാത്ത് പകഡ്കർ ഞങ്ങളുടെ കയ്യും പിടിച്ചുകൊണ്ട് ആയി ബാഹർ നിക്കൽ ഗയി. അമ്മ വീടിന് പുറത്തേക്ക് വന്നു. അപ്പം ഞാൻ വീട്ടിൽ നിൽക്കാനായിട്ട് പറ്റില്ല, കാരണം സുരക്ഷിതത്വം ഇല്ല എന്നുള്ളത്. അവിടെ സ്വന്തം വീടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ സംരക്ഷണം കിട്ടേണ്ടടുത്തും തന്നെ കിട്ടാതെ എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ സക്കൂബായിനി നിതിനെയും കൊണ്ട് അമ്മ പുറത്തേക്ക് ഇറങ്ങാണ്. ഇസ് തരഹ് ഹം ലോഗ് ബംബൈ മേ ബേഘർ ഹോ ഗയേ. അങ്ങനെ ഞങ്ങൾക്ക് ബോംബെയിൽ വീടില്ലാതെയായിട്ട് മാറി. ബേഘർ വീടില്ലാത്തവരായിട്ട് മാറി. അപ്പോൾ അതുവരെ മാമൻ്റെ വീട്ടിലാണ് നിന്നിരുന്നത്, അമ്മയുടെ വീട്ടിലാണ് നിന്നിരുന്നത്. ഇപ്പോൾ അവർക്ക് വീടില്ലാതായി എന്നാണ് പറയുന്നത്. ഹം ലോഗ് ജിസ് ബിൽഡിംഗ് മേ കാം കർത്തേ രാത് കോ വഹീം ഉസ് ബിൽഡിംഗ് കി സീഡി കെ നീച്ചെ സോ ജാത്തേ. അങ്ങനെ ഞങ്ങൾ ജിസ് ബിൽഡിംഗ് മേ കാം കർത്തേ, ഏത് ബിൽഡിങ്ങിലാണോ ജോലി ചെയ്തിരുന്നത്, ഉസ് ബിൽഡിംഗ് മേ രാത് കോ രാത്രിയിൽ ആ ബിൽഡിങ്ങിൻ്റെ സീഡി കെ നീച്ചെ സോ ജാത്തേ, അതിൻ്റെ കോണിച്ചൂട്ടിലാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത്. സീട്ടി എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ്, സീട്ടിക്ക് നീച്ച എന്ന് പറഞ്ഞാൽ കോണിച്ചൂട്. ആ ഗോവണിയുടെ ചുവട്ടിലാണ് ഞങ്ങൾ ഉറങ്ങിയത്. ഈ സാരി രാത് ജാഗ്തിരെത്തി. കാരണം വീട്ടില്ല, അവർ പണിതുകൊണ്ടിരുന്നൊരു കെട്ടിടത്തിൻ്റെ തന്നെ കോണിയുടെ ചുവട്ടിലാണ് അവർ കിടന്നുറങ്ങിയത്. അതുകൊണ്ട് തന്നെ സക്കൂബായുടെ അമ്മയ്ക്ക് ഉറങ്ങാനായിട്ട് സാധിച്ചില്ല. കാരണം ഈ രണ്ട് മക്കളേനെയും വീടില്ലാതെ, വീടിനുള്ളിൽ സുരക്ഷിതത്വമില്ലാതെ പുറത്താണ് അവർ കിടന്നുറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ സാരി രാത് ആയി ജാഗ്തിരഹിത്തി, രാത്രി മുഴുവൻ അമ്മ ഉണർന്നിരുന്നു. ആയി ബഹുത്ത് ഡർ ഗീത്തി, ആയിക്ക് വളരെയധികം പേടി തോന്നിയിരുന്നു. സുബഹ് ഹോനെ പർ ബിൽഡിംഗ് കെ സാഹബ് ലോഗ് വാച്ച്മാൻ കോ ഡാൻത്തെ. അങ്ങനെ നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ ബിൽഡിങ്ങിലെ ആളുകൾ, ഓഫീസർമാരായിട്ടുള്ള ആളുകൾ വാച്ച്മാൻ കോ ഡാൻത്തെ, ആ വാച്ച്മാനെ, അതിൻ്റെ ബിൽഡിങ്ങിലെ വാച്ച്മാൻ ഉണ്ടായിരുന്നു, അയാളെന്നെ വഴക്ക് പറഞ്ഞു, ശകാരിക്കുകയാണ്. എന്താ പറയുന്നത്? അരേ ബായി യേ ക്യാ ഗന്ദഗി ഹേ, കോൻ ഹേ യേ ലോഗ്, ഹട്ടാവോ ഹട്ടാവോ ഇനേ. വാച്ച്മാനെ വിളിച്ച് ചീത്ത പറയാണ്, ഇതെന്തൊരു വൃത്തികേടാണത്. കോൻ ഹേ യേ ലോഗ്, കോൻ ഹേ, ഇതാ ഏതാളുകളാണ്. ഹട്ടാവോ ഹട്ടാവോ ഇനെ യഹാംസെ ഹട്ടാവോ, ഇവരവിടെ നിന്ന് മാറ്റാനായിട്ട് വാച്ച്മാനോട് അവരെ ആവശ്യപ്പെടാണ്. മേരി ആയി ബോൾത്തി ഹം ലോഗ് ജൽദി ചലേ ജായെങ്കി. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു, ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പൊക്കോളാമെന്ന് പറയാണ്. അപ്പോൾ അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഇവിടെ ബോംബെയിൽ വന്ന്, ഗ്രാമത്തിൽ നിന്ന് ബോംബെയിൽ വന്ന് മാമൻ്റെ വീട്ടിൽ താമസിക്കാമെന്നാണ്, അവിടെ നിന്ന് പണിയെടുക്കാൻ പോകാമെന്നൊക്കെ കരുതി, സഹോദരനെ പഠിപ്പിക്കാമെന്നൊക്കെ കരുതി വന്നവർക്ക് അവസാനം ഇളയ മാമൻ കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി, വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. അങ്ങനെ വീട് വിട്ടവരെ പുറത്തേക്ക് പോരുകയാണ്. അങ്ങനെ അവർ പണിയെടുത്തുകൊണ്ടിരുന്ന ബിൽഡിങ്ങിൻ്റെ ചുവട്ടിൽ തന്നെ കിടന്നുറങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് അവർ എത്തിച്ചേർന്നു. സഹായിക്കാനായിട്ട് ആരുമില്ലാത്ത അവസ്ഥ, വീട്ടിലേക്കാണെങ്കിൽ വിളിച്ചു പറയാൻ പറ്റാത്ത അവസ്ഥ, ആരോടും പറയാൻ പറ്റുന്നൊരു കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതവിടെ രഹസ്യമാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല എന്നറിയുന്നതുകൊണ്ട് എല്ലാം രഹസ്യമായി വെക്കുകയാണ്. അങ്ങനെ ആ ഒരു ദിവസം കോണിച്ചൂട്ടിൽ കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴേക്കും അവർ വഴക്ക് പറയുന്നു. അങ്ങനെ അവിടെ നിന്ന് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, താങ്ക് യു.